കഴിഞ്ഞ വർഷം UAE-യിൽ നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഏകദിന റാങ്കിങ്ങിൽ ആദ്യ 5-ൽ പോലും ഇല്ലാതിരുന്നയാളാണ് കോഹ്ലി. എന്നാൽ IPL-ന് ശേഷം ഒക്ടോബറിൽ ഓസ്ട്രേലിയക്കെതിരെ കളിച്ച പരമ്പരയിലൂടെ അദ്ദേഹം 1-ാം റാങ്കിങ്ങിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമിടുകയും ചെയ്തു. പരമ്പരയിലെ 3-ാം ഏകദിനത്തിൽ അപരാജിത 50-ലധികം സ്കോർ നേടാനും കോഹ്ലിക്ക് സാധിച്ചു. ഇതിനുശേഷം സൗത്ത് ആഫ്രിക്കയുമായുള്ള 3 ഏകദിന മത്സരങ്ങളുടെ പരമ്പരയിൽ 2 സെഞ്ചുറികളും ഒരു 50+ സ്കോറും അടിച്ചെടുത്തു കോഹ്ലി. പിന്നാലെയാണ് ന്യൂസിലാൻഡിനെതിരെ ആദ്യ മത്സരത്തിൽ 93 റൺസും കോഹ്ലി നേടിയത്. ഇതോടെ കരിയറിൽ 11-ാം തവണയും അദ്ദേഹം നമ്പർ 1 ആവുകയും ചെയ്തു. പക്ഷെ അതിന്റെ ആയുസ് അധികം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. അതേസമയം ഇന്ത്യക്കും കഴിഞ്ഞ മത്സരം തിരിച്ചടിയായിരുന്നു. ന്യൂസിലാൻഡിനെതിരായ 2-ാം അംഗത്തിൽ നേരിട്ട അപ്രതീക്ഷിത തോൽവിയുടെ ഞെട്ടലിലാണ് ടീം ഇന്ത്യ ഇപ്പോൾ. ചില മുൻനിര താരങ്ങളില്ലാതെ എത്തിയ കിവികളിൽ നിന്നും ഇങ്ങനെയൊരു തിരിച്ചടി ഇന്ത്യ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം. വഡോദരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ അല്പം ബുദ്ധിമുട്ട് ജയിച്ചപ്പോൾ രാജ്കോട്ടിൽ കിവികൾ ഏകപക്ഷീയമായ ജയമാണ് ആഘോഷിച്ചത്. കളിയുടെ ഒരു ഘട്ടത്തിൽ പോലും കാര്യമായ വെല്ലുവിളി നേരിടാതിരുന്ന ന്യൂസിലൻഡ് 7 വിക്കറ്റിന്റെ ഏകപക്ഷീയമായ ജയമാണ് സ്വന്തമാക്കിയത്. ഈ തോൽവി ഇന്ത്യൻ ക്യാമ്പിനെ ആകെ ഉലച്ചതിനിടെയാണ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം ലഭിച്ച കോഹ്ലി മണിക്കൂറുകൾക്ക് ശേഷം 2-ാമനായത്. 2-ാം ഏകദിനത്തിൽ ന്യൂസിലൻഡിനോട് ഏറ്റ ഞെട്ടിക്കുന്ന തോൽവി ശരിക്കും ഇന്ത്യയുടെയും കോഹ്ലിയുടെയും കണ്ണു തുറപ്പിക്കുന്നതാണ്. അടുത്ത മത്സരത്തിൽ മിന്നും പ്രകടനം പുറത്തെടുത്താൽ നഷ്ടപ്പെട്ട 1-ാം സ്ഥാനം കോഹ്ലിക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. പോരായ്മകൾ പരിഹരിച്ച ഇന്ത്യക്കും വിജയവഴിയിൽ തിരിച്ചെത്താൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം.